ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് എനിക്ക് ജലദോഷമൊക്കെ ആയി, പനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഏട്ടനാണ് ഡ്യൂട്ടി. ഇത് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉള്ള ഷോഫാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കുടിക്കേണ്ട വെള്ളം മെയിനാണ്. പിന്നെ അരി കഴിക്കാനുള്ള വെള്ളം. അപ്പോൾ ഗായ്സ് 2 ദിവസമായിട്ട് പനിയാണ്. അപ്പോൾ എല്ലാ ഡ്യൂട്ടിയും ഏട്ടനാണ് ചെയ്യുക, കിച്ചൺ ഡ്യൂട്ടി. അധികം സ്ലോ ആക്കണ്ട. ഇത് കഴിഞ്ഞ് അടുത്ത പടി ഉടനെ തരാം. നമുക്ക് ചെറിയ നിസ്സാര പണിയല്ല. എല്ലാ ഭർത്താക്കന്മാരും മെയിൻ അടുക്കള പണിയാണ്. ഇത് പാത്രം കഴുകാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ വെക്കുക. ഒരു തട്ടിക്കൂട്ട് സാമ്പാറും പിന്നെ ചോറും കൂട്ടി ഉച്ചഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ ഗസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് 2 പേര്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇതെന്നാ പൂജയ്ക്കിരുന്നോ? അപ്പോൾ ഏട്ടനെ അവിടെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കുമ്പോഴത്തേക്കും ഞാൻ ബാക്കി പച്ചക്കറിയൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ട് പരിപ്പ് എത്ര എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടായിരുന്നു വന്നത്. പരിപ്പ് അളന്ന് കൊടുത്തു കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വെജിറ്റബിൾസൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കാം. ഈ വെണ്ടയ്ക്കലൊക്കെ പുഴുവൊക്കെ കാണത്തില്ലേ, അപ്പം അതൊക്കെ നോക്കി എടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ നമുക്കിഷ്ടമുള്ള 2 ആൾക്കല്ലേ വേണ്ടു. അപ്പം നമ്മൾ അത്രയും പച്ചക്കറി എടുക്കുന്നുള്ള, കുറേ ഒന്നും എടുക്കുന്നില്ല. ചെറിയ കുക്കറായതുകൊണ്ട് അത്രേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം എടുത്തു. മറന്നുപോയി. ഏട്ടാ ഇതിൻ്റെ പേരെന്നാ? മുരിങ്ങാക്കോല്. ഈ മുരിങ്ങാക്കോല് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കഴിക്കുന്നത് നല്ലതാണ് തോന്നുന്നു. മുരിങ്ങയില കഴിക്കുന്നത് നല്ല, അപ്പം മുരിങ്ങാക്കോലും കഴിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഇത്രയാണ് അരിഞ്ഞത്. ഇത്രയും പച്ചക്കറികളാണ് അവളുടെ അടുത്ത് വെക്കുന്നത് കേട്ടോ. ബാക്കി വെജിറ്റബിൾസ് എല്ലാം. തക്കാളി ഉണ്ടോ? തക്കാളി പോന്നോ? ഓക്കെ, കുറച്ച് ഉപ്പിട്ടോ. മഞ്ഞപ്പൊടി മതി. മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് അതൊന്നും വേണ്ട, ഇങ്ങോട്ടോ ഏട്ടാ, അത് വേണ്ട, ഇങ്ങോട്ടോ. അടുത്ത പരിപാടി ഓയിൽ ഒഴിച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയെടുക്കുന്ന പരിപാടിയാണ്. കുറച്ച് അത് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് അടച്ച് വെക്കുക. അതിനുശേഷം കുറച്ച് നമ്മൾ സാമ്പാർ പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കറി റെഡി. ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പിടുന്നു. ഓക്കെ, റെഡി. എങ്ങനെയുണ്ട്? ഇതാണ് ഗൈസ് എൻ്റെ ലഞ്ച്. സാമ്പാർ, പച്ചടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അമ്മ സ്പെഷ്യൽ. പിന്നെ ഇത് നമ്മുടെ എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ചെമ്മീൻ അച്ചാർ, ഇത് മാങ്ങ അച്ചാർ. ഓക്കെ, ഇതും കുറച്ച് ചെമ്മീൻ അച്ചാറും മാങ്ങ അച്ചാറും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.